ജീവിതത്തെക്കുറിച്ച് നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ മലയാള സാഹിത്യത്തിന് അതുല്യമായൊരു ശക്തിയുണ്ട്. ഇന്നു ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ വിഖ്യാത സാഹിത്യകാരന്മാരുടെ ഹൃദയത്തിൽ നിന്നുള്ള ദീപ്തമായ ചിന്തകളാണ്. ജീവിതത്തെ അറിയാനുള്ള നമ്മുടെ ചിന്തകളെ മാറ്റുന്ന വാക്കുകൾ. ഒ.വി. വിജയൻ എഴുതിയ പ്രശസ്തമായ വരികൾ. ജീവിതത്തിലുള്ളതെല്ലാം ഒരു യാത്രയാണ്. ഇന്നു നമ്മെ വേദനിപ്പിക്കുന്നതും നാളെ ഒരു പ്രകാശമാകും. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എം.ടി. വാസുദേവൻ നായർ എഴുതിയ പ്രശസ്തമായ വരികൾ. മനുഷ്യനെ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് അവന്റെ സ്വന്തം മൗനമാണ്. മൗനം ചിലപ്പോൾ വേദനയുടെ ഏറ്റവും വലിയ അടയാളമാണ്. രണ്ടാമൂഴം. ആനന്ദിന്റെ ചിന്തകൾ. എല്ലാ മതങ്ങളും തുടങ്ങിയിട്ടുള്ളത് ജനതയുടെ താൽക്കാലിക പ്രശ്നങ്ങളോടുള്ള ആത്മീയ പ്രതികരണമായിട്ടാണ്. പക്ഷേ പിന്നീടവ മനുഷ്യനെ ബന്ധിക്കുന്ന സംവിധാനങ്ങളായി മാറിപ്പോകും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഹൃദയവാക്കുകൾ. സൗന്ദര്യം കണ്ണിലല്ല, ഹൃദയത്തിലാണ്. കണ്ണുകൾ പലപ്പോഴും വഞ്ചിക്കും, ഹൃദയം മാത്രം സത്യമായിരിക്കും. എൻ്റെ ജീവിതകഥ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ വരികൾ. മനുഷ്യന്റെ ദുരിതം അതിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറായ ഒരാളെയെങ്കിലും കണ്ടെത്തുന്നതുവരെ തുടരുന്നു. ചെമ്മീൻ എന്ന കൃതിയിൽ നിന്ന്. സുകുമാർ അഴീക്കോടിന്റെ ആഴമുള്ള ചിന്ത. മനുഷ്യൻ തൻ്റെ വേദനകളോട് തോൽക്കുന്നത് അവയെപ്പറ്റി സംസാരിക്കാത്തപ്പോഴാണ്. കെ.ആർ. മീര എഴുതിയ വരികൾ. വേദനയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുരു. വേദനയില്ലാതെ ആരും മാറിക്കൊള്ളുകയില്ല. ആരാച്ചാർ. പത്മരാജൻ എഴുതിയ ചിന്ത. ഭയമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ തടുക്കുന്നത്. ഒരിക്കൽ ഭയം വിട്ടാൽ ജീവിതം തന്നെ തുറന്നുകൊടുക്കും. എം. മുകുന്ദന്റെ വരികൾ. മനുഷ്യന്റെ യുദ്ധമെല്ലായ്പ്പോഴും പുറത്തുള്ള ലോകത്തോടല്ല. ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ യുദ്ധം സ്വന്തം മനസ്സോടാണ്. മായ ടൗൺ. കേശവദേവിന്റെ ജീവിതവരി. മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അവൻ വീണ ശേഷം എത്ര തവണ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതിലാണ്. ഉടയോർ പരമ്പര. അതെ, ഇവ വാക്കുകൾ മാത്രമല്ല, ജീവിതത്തെ നയിക്കുന്ന വിളക്കുകളാണ്. കഠിനമായ ദിവസങ്ങളിലൂടെ നമ്മെ കൈപിടിച്ചുയർത്തുന്ന ചിന്തകൾ. പഴയ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടെങ്കിലും ഇന്നും ശാശ്വതമായി പ്രചോദനമാകുന്നവ. വാക്കുകൾക്ക് ശക്തിയുണ്ട്, ജീവിതം മാറ്റാനുള്ള ശക്തി. അതുകൊണ്ടാണ് സാഹിത്യം മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്താണെന്ന് പറയുന്നത്. ആശയവും ആവിഷ്കാരവും. റഷീദ് തൊഴിയൂർ.